അങ്ങനെ സച്ചി വാതിൽ പൂട്ടി താക്കോലും എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. അതായത് നമ്മുടെ ശ്രീകാന്തിനെയും വർഷയും തൻ്റെ മുറിയിൽ കടത്തില്ല എന്ന വാശിയോടെയാണ് പോയിക്കുന്നത്. അപ്പോഴത്തേക്കും ശ്രീകാന്ത് ഇറങ്ങി വരുന്നു. ശ്രീകാന്ത് ഇറങ്ങി വന്നിട്ട് ശ്രീകാന്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, മോനെ നീ അവളെ വിളിച്ചുകൊണ്ടിടത്തും പോവല്ലേ, നാണക്കേടാണ്, നിനക്കെന്തോ സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞില്ലേ, സാധനങ്ങൾ വാങ്ങിയിട്ട് വാ, നീയും അവളും വരുമ്പോൾ നിനക്ക് ഇവിടെ റൂം റെഡിയായിരുന്നാൽ പോരെ, നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേ ശ്രുതി പറയുന്നുണ്ട്, സച്ചി ഇപ്പോൾ ഇവിടെ ശ്രീകാന്ത് ഇപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ വർഷയ്ക്ക് തോന്നും ശ്രീകാന്ത് അണത്തം ഇല്ലാത്തവനാണ്, ശ്രീകാന്തിന് കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നൊക്കെ ഉള്ള ഒരു അഭിപ്രായം തോന്നും, അതുകൊണ്ട് ഇവിടെ നിന്ന് പോവരുത് മോനെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷ എവിടെയാണോ വിളിക്കുന്നത് ഞാൻ അവിടെ പോയിക്കൊള്ളും, പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ വർഷയ്ക്ക് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ നിൽക്കാം, പക്ഷേ എന്നെപ്പോലെ അല്ല വർഷ, അവൾക്ക് ഇതൊന്നും കേൾക്കേണ്ടതും കാണേണ്ടതും കാര്യമില്ല, അവൾ വലിയ വീട്ടിലെ മോളാണ്, അതുകൊണ്ട് അവളെവിടെയാണോ വിളിക്കുന്നത് അവിടേക്ക് ഞാൻ പോകുന്നതായിരിക്കും, അല്ലാതെ പറ്റില്ല, അവൾക്കിതൊന്നും സഹിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി രേവതിയോട് പറഞ്ഞിടി, നീ എന്നിവിടെ കാല് വെച്ചോ അന്ന് തുടങ്ങിയ സംഭവമാണ്, അന്ന് എനിക്ക് തുടങ്ങിയ കഷ്ടകാലവും ഭ്രാന്തുമാണ്, നിൻ്റെ ഭർത്താവിൻ്റെ വിളിച്ചിപ്പോൾ പറഞ്ഞുതരാം, താക്കോലും കൊണ്ട് ഇപ്പോൾ കൊണ്ടുവരണം എന്ന് വിളിച്ച് പറഞ്ഞുതരാമെന്ന്. രേവതിക്ക് അങ്ങോട്ടും പോകാൻ പാടില്ല ഇങ്ങോട്ടും പോകാൻ പാടില്ല, കഷ്ടമായിപ്പോയി കേട്ടോ. രേവതി തുണിയൊക്കെ ടെറസിൻ്റെ മുകളിൽ കയറിപ്പോയി തുണിയൊക്കെ അശയിലിടുന്നുണ്ട്, ഉണങ്ങിയതിനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് രേവതി വിളിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ സച്ചി ആ ഫോൺ കോളൊന്നും എടുക്കുന്നില്ല. സച്ചി പറയുന്നുണ്ട്, രേവതിക്ക് രാവിലെ മുതൽ ഇരുട്ടും നേരം അവൾക്ക് ജോലിയാണ്, അവൾക്കൊരു സമയം ഫ്രീ ഇല്ല, ഒന്ന് ചെന്ന് കിടക്കാനോ ഒന്ന് ഇരിക്കാനോ ഒന്നിനും ഫ്രീ ഇല്ല, അപ്പോൾ ആ പാവത്തിന് അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനിടയിൽ നമ്മുടെ ശ്രുതിയും റൂമിൽ പോവുകയാണ്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഇന്ന് നമ്മുടെ റൂം കൊടുക്കാനായിട്ടും പറയുമെന്നാണ് തോന്നുന്നത്, എങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ വന്ന് വർഷയിലോട്ടല്ല ശ്രുതിയോട് പറയുന്നുണ്ട്, ഇനി നമ്മുടെ മുറിയായിരിക്കും ചോദിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിക്കും ഭയങ്കര ഒരു ഇതായിപ്പോയി, എന്നുവെച്ചാൽ ഇനി നമ്മുടെ റൂം ചോദിച്ചാൽ നമുക്ക് കൊടുത്തല്ലേ പറ്റുള്ളൂ എന്നുള്ള ഒരു. അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് വിശക്കുന്നു, നിനക്ക് ആപ്പിൾ വേണോ, വേണ്ട എനിക്ക് ആപ്പിൾ വേണ്ട എന്ന് പറയുന്നുണ്ട്. ഈ 2 ആപ്പിൾ കൊടുത്ത് കടിച്ചും കൊണ്ട് ശ്രുതി അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പുറത്തു പോകുന്നുണ്ട്. പുറത്തു പോകുന്ന എന്തിനാണ്, നമ്മുടെ വർഷേനെ വിളിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി താമസിപ്പിക്കണം, റെസ്റ്റോറൻറ്റിലോ എവിടെയെങ്കിലും പോയി താമസിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോഴത്തേക്കും ശ്രീകാന്ത് വന്ന് നിൽക്കുകയാണ്, വർഷ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡബ് ചെയ്ത് തീർന്നതിന് ശേഷം വർഷയ്ക്ക് ഇറങ്ങി വരുമ്പോൾ ശ്രീകാന്ത് നിൽക്കുന്നു. അപ്പോൾ ശ്രീകാന്ത് എന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണോ, അതെ കൊള്ളാമല്ലോ, എൻ്റെ വിളിച്ച് പറയുകയോ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് അവിടെ നിൽക്കുന്നു. ഡബ് ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷം ഡബ്ബിങ്ങിൽ ഒരു കൂട്ടുകുടുംബത്തിൻ്റെ കഥകളൊക്കെയാണ് പറയുന്നത്. അതൊക്കെ പറഞ്ഞ് തീർന്നതിന് ശേഷം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നത്, എന്താ എൻ്റെ മുഖം ഒരുമാതിരി ഇരിക്കുന്ന, കാര്യം പറ, അതെ നമുക്ക് എവിടെയെങ്കിലും 2-3 ദിവസത്തേക്ക് ടൂറ് പോവാം, ഞാൻ ടൂറ് പ്ലാൻ ചെയ്തിരിക്കുന്നു, അതൊന്നും നടക്കില്ല, എനിക്ക് നാളെയും മറ്റന്നൊക്കെ ഡബ്ബിങ് ഉണ്ട്, എൻ്റെ ചോദിക്കാതെ നീ എന്തിനാണ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, നിൻ്റെ മുഖത്ത് വേറെ എന്തോ പ്രശ്നമുണ്ട് പറ. അപ്പോഴും പറയുന്നുണ്ട്, ചേട്ടൻ വാതിൽ പൂട്ടി താക്കോലും കൊണ്ട് പോയിരിക്കുന്നു, അപ്പോൾ നമുക്കവിടെ മുറികളൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അതിനെന്താ കുഴപ്പമില്ല, ഞാൻ വേറെ എവിടെയും പോകാം, നിൻ്റെ വീട്ടിൽ പോയാലോ, എൻ്റെ വീട്ടിൽ പോകാൻ പറ്റില്ല, നമുക്ക് നിൻ്റെ വീട്ടിൽ തന്നെ പോകാം, വേറെ ഒരു കുഴപ്പമില്ല എന്ന് പറയും. ശ്രീകാന്ത് പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറമായിട്ടാണ് നമ്മുടെ വർഷയുടെ മറുപടി. ശ്രീകാന്തിന് വിഷമം തോന്നില്ല, ഞാൻ വർഷമെല്ലാം ഈസിയായിട്ട് എല്ലാത്തിനും ഉത്തരം പറയുകയാണ്. ചന്ദ്രമതി നമ്മുടെ രേവതിയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. എടി ഇന്ന് നീ എന്ത് കണ്ടിട്ടാണ് കളിക്കുന്നത്, സച്ചിയോട് പറഞ്ഞ് ഇന്ന് തന്നെ ആ റൂം തരാൻ പറയണം,
നീ അവനെ വിളിച്ച് പറയുന്നു. അപ്പോഴത്തേക്കും പറഞ്ഞ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അമ്മയെന്ന് പറയുന്നത്. നീ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, അത് നീ പറഞ്ഞ് അവനെ പഠിപ്പിച്ചതാണ്. ഞാൻ ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾ എടുക്കല്ലേ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സച്ചി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. സച്ചി എന്നൊക്കെ ഇപ്പം നോക്കിയാൽ സച്ചി വേണമല്ലേ. എടി ഒരു വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എന്തൊക്കെയുണ്ട്, അതൊക്കെ കണ്ട് പഠിച്ചു വേണം ജീവിക്കാൻ, അല്ലാതെ ഒന്നുമല്ല എന്നും പറഞ്ഞ് രേവതി ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് പോട്ടു. രേവതിയുടെ വീട്ടുകാരെ അങ്ങ് വഴക്ക് പറയാണ്. എൻ്റെ കോടീശ്വരിയായ മരുമോളാണ്, അവൾ AC റൂമിൽ കിടന്നിട്ട് വന്നിട്ടുള്ളതാണ്, അല്ലാതെ ഇവിടുത്തെ പന്ന വീട്ടില അല്ല ഇതിലൊന്നും വന്ന് കയറി കിടക്കാനുള്ള യോഗ്യതയൊന്നും അവർക്കില്ല. അവൾ AC റൂമിൽ കിടന്നിട്ടുള്ളതാണ് എന്നും പറഞ്ഞും കൊണ്ട് നമ്മുടെ രേവതി അങ്ങ് പറഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് രേവതി എൻ്റെ അമ്മയെ എന്നെ പറയുന്നത് പോട്ടെ, എൻ്റെ അമ്മയും സഹോദരങ്ങളെ എന്തിനാണ് വിളിക്കുന്നത്? അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവരെ അങ്ങനെ പറയുന്നത്? ഞാനിതെല്ലാം കേട്ട് സഹിക്കുകയല്ലേ. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിൻ്റെ അമ്മാവൻ കേൾക്കുകയാണെങ്കിൽ അമ്മാവിന് തന്നെ വിഷമം വരും എന്ന് പറഞ്ഞ് ചന്ദ്രമതി അങ്ങ് വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും.